മലപ്പുറത്തെ മഴക്കെടുതികളുടെ വാർത്തകളുമായി ഷഹദ് റഹ്മാൻ അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് മലപ്പുറത്തും കാര്യമായ ചില പ്രശ്നങ്ങളുണ്ടായി, ചില കെടുതികളുടെ വാർത്തകൾ വരുന്നുണ്ട്. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂറ്റൻ മരം കടപുഴകി വീണു. അതേപോലെ കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നത്തെ പകലിൽ ഇടവണ്ണപ്പാറയിൽ ഓടിക്കൊണ്ടുവന്ന സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. അതുപോലെ കാടാമ്പുഴയിൽ വീടിന് മുകളിലേക്ക് ഒരു മരം വീണു, അത് അപകടമുണ്ടായി. വീട്ടുപകരണങ്ങൾക്ക് നല്ല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷഹദ്, ഈ മലപ്പുറം ജില്ലയിൽ പൊതുവെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? അതുപോലെ കനത്ത നാശനഷ്ടം ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് ഇന്നത്തെ പകൽ ഉണ്ടായോ? SKN മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. നാളെയും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് മഴ പെയ്യുകയല്ല, മറിച്ച് ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. എന്നാൽ മഴയ്ക്കൊപ്പം തന്നെ വലിയ കാറ്റ് വീശുന്നുണ്ട്. അതാണ് പകുതിയിലധികം നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇന്ന് രാവിലെ പുലരും മുതൽ ഈ സമയം വരെ കൂടുതലായിട്ടും ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മരം കടപുഴകി വീഴുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിൽ വീഴുന്നു, അതുപോലെ തന്നെ ലോറിക്ക് മുകളിൽ വീഴുന്നു, വീടിന് മുകളിൽ വീഴുന്നു. അങ്ങനെ നിരന്തരം വിവിധ ഇടങ്ങളിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അതായത് സാധാരണഗതിയിൽ ഈ മഴ ശക്തമാകുന്ന സമയത്ത് അല്ലെങ്കിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിൽ കാര്യമായിട്ട് മുറിച്ചു മാറ്റലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ കാറ്റടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ മഴ ശക്തമാകുമ്പോഴേക്കും ഇത്തരത്തിൽ മരങ്ങൾ വ്യാപകമായിട്ട് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ കൂടുതലായിട്ട് പ്രയാസം അനുഭവിക്കുന്നത് ജനങ്ങളാണ്. കാരണം ഈ മരം കടപുഴകി വീഴുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകരാറിലാകുന്നു. തുടർന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലുമുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, അതായത് നാളെ ഓറഞ്ച് അലേർട്ടാണ്. മാത്രമല്ല ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതിശക്തമായിട്ടുള്ള തിരമാലകൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. അതുകൊണ്ട് തീരദേശ മേഖലകളിലുള്ളവർ പരമാവധി ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖല എന്ന് പറയുന്നത് പൊന്നാനി, താനൂർ ഉൾപ്പെടെയുള്ള മേഖലകളാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ പരമാവധി ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പല ഡാമുകളും ചെറിയ ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഭാരതപ്പുഴയിലേക്ക് വ്യാപകമായിട്ട് വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കരയിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാത്രിയിൽ മഴ ശക്തമാവുകയും വെള്ളം ക്രമാതീതമായി ഉയരുകയും മറ്റിടങ്ങളിലേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ പഞ്ചായത്ത് അധികാരികളെയോ ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിന് ജില്ല പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണ്ണിടിച്ചിൽ വ്യാപകമായിട്ട് ജില്ലയുടെ മലയോര മേഖലകളിലുണ്ട്. അതുകൊണ്ട് മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അവധി തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ റീലൊക്കെ കണ്ട് പല ആളുകളും ഈ ജലാശയങ്ങളിൽ ഇറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പരമാവധി ഈ മുന്നറിയിപ്പുകളും ഈ മഴ ഒന്ന് ശാന്തമാകുന്നതുവരെ ഇത്തരം ഇടങ്ങളിൽ പോകരുത് എന്നും ഇത്തരം സ്ഥലങ്ങളിൽ ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശവും ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജില്ലയെ സംബന്ധിച്ച് പറയാനുള്ളത്. നാളെ ഓറഞ്ച് അലേർട്ടാണ്. എല്ലാവരും ജാഗ്രത പാലിക്കുക. ഇപ്പോൾ നിളാ നദി നിറഞ്ഞൊഴുകുകയാണ്. ഭാരതപ്പുഴയായ സാഹചര്യങ്ങൾ നമ്മൾ എത്രയോ തവണ കണ്ടു. എന്നാൽ ഭാരതപ്പുഴ ഇന്ന് നിറഞ്ഞൊഴുകുന്നു. പക്ഷേ അതേസമയം ഈ പ്രൊഫൈൽ എക്സർസൈസും ഫോട്ടോ എക്സർസൈസും ചെയ്യാനായിട്ട് ഈ നിളയിലേക്ക് ഇപ്പോൾ ഇറങ്ങരുത്. ശാന്തമായി ഒഴുകുന്ന നിളയുടെ അടിയൊഴുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇന്ന് കുറച്ചധികം ഫോട്ടോ എടുപ്പുകാരൊക്കെ എത്തിയെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുപ്പുകാർ സൂക്ഷിക്കുക. ഫോട്ടോയെക്കാളും വലുത് സ്വന്തം ജീവനാണ് എന്ന കാര്യം നമ്മൾ മറക്കണ്ട.